ഹലോ ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. ഞാൻ ഇത്ര നാളും കുറച്ച് ഷോർട്സ് ഒക്കെ ആയിരുന്നു, 3-4 ഷോർട്സ് വീഡിയോസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് പ്രോഡക്ട്സ് റിവ്യൂവിനെ കുറിച്ചിട്ട്. ഇനി ഞാൻ കുറച്ച് ലോങ് വീഡിയോസ് ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ചില പ്രോഡക്ട്സിൻ്റെ ഞാനിവിടെ ഒരു 4 ലിപ്സ്റ്റിക്സാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിലെ ഫസ്റ്റത്തത് ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ലിപ് ഗ്ലോസ് ആണ്. ഒരു ലിപ് ഗ്ലോസിൻ്റെ ഒരു ഇതാണ്, ഹൈ ഷൈനിങ് ലിപ് ഗ്ലോസ് ആണ്. ഞാനിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഞാനിത് ഇടയ്ക്ക് ചെറിയ അടുത്ത എവിടെയെങ്കിലും ലൊക്കേഷന് പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? നല്ലൊരു സ്മെല്ലാണ് ഇതിന്. നമ്മുടെ സെൻറ്റർ ഫ്രഷ് ഇല്ലേ, സെൻറ്റർ ഫ്രഷിൻ്റെ ഒരു പിങ്ക് കളറിലെ സെൻറ്റർ ഫ്രഷ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആ സെയിം നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് കഴിക്കാൻ തോന്നും, അത്രയും നല്ല ഒരു സ്മെല്ലാണ് ഇതിന്. നല്ലൊരു എൻ്റെ കുറച്ച് ഡാർക്ക് ലിപ്സാണ്, ഡാർക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് പോലത്തെ, നമുക്ക് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരിക്കും ഇതിന് തോന്നുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു 5 hours-ഒക്കെ 5 to 6 hours-ഒക്കെ ഇത് ഞാൻ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഫിനിഷ് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു പിങ്ക് കളറിലെ ഒരു ടെക്സ്ചറാണ് ഇതിന്. നമ്മൾ നോർമലി ഇടുന്ന ഒരു നോർമലി നമ്മളിപ്പോൾ കുറച്ച് കളേർഡായിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യത്തില്ല, അതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു ലിപ് ഗ്ലോസ് ആണ്. കണ്ടോ, ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല അത്രയും. എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. അത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല, പക്ഷേ ഇത് നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാം. അടുത്തത് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻസൈറ്റിൻ്റെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. കാണുന്നുണ്ടോ? സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡെന്ന് പറയുന്നത് 40 സുറൈ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. നല്ലൊരു ഷെയ്ഡാണ് ഇത്. ഞാൻ പറയാം, ഇതൊരു 40-20, ഇത് ഞാൻ 1 month യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. ഇതൊരു ഒരു 24 hours ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിത് കണ്ടോ, ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു ട്രാവൽ ചെയ്ത സമയത്ത് ഞാനിത് യൂസ് ചെയ്തായിരുന്നേ. പക്ഷെ ഇത് ഞാൻ ഈവനിങ് ആയിരുന്നു ഞാനിത് അപ്ലൈ ചെയ്തത്. രാവിലെ മോർണിംഗിലും ഇത് എൻ്റെ നല്ലതുപോലെ ഡാർക്ക് ആ ഒരു ഷെയ്ഡോടെ തന്നെ നല്ലതുപോലെ തന്നെ ഇത് കണ്ടൊരു ഷെയ്ഡ് കണ്ടോ. നിങ്ങൾ ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഒരു നല്ലൊരു ഡാർക്ക് ഒരു ഡാർക്ക് കളറാണ്. ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു കളറാണ് ഇത്. കുറച്ചൊരു ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡാർക്ക് കളറായിട്ട് ഇത് തോന്നും. ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഈ കളർ കാണിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടോ, ഈ ഒരു കളറാണ് ഇതിന് വരുന്നത്. കണ്ടോ, ഇത് കുറച്ചുകൂടി ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിട്ട് നമുക്ക് ഡാർക്ക് ഒരു റെഡ് കളർ, ആ ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് 24 hours ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പാണ്. എനിക്ക് നല്ലൊരു ഇതായിട്ട് പറയാനുള്ളത് നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഞാനിത് കുറച്ച് നാളായിട്ട് 1 month കൂടുതൽ ഞാനിത് യൂസ് ചെയ്ത് നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. ഇൻസൈറ്റിൻ്റെ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിലും ഇത് വർത്താണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. പലർക്കും പല ഷെയ്ഡായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും വേറെ വേറെ ആയിട്ടുള്ളൊരു ഇതായിരിക്കും തോന്നാം. ഞാൻ നെക്സ്റ്റ് കാണിക്കുന്നത് ലാക്മേയുടെ 14 മൂവ് പാർട്ടി. നല്ല ലിപ്സ്റ്റിക് കേട്ടോ. ഞാനിത് പക്ഷേ ഓൺലൈനിൽ കണ്ടപ്പോൾ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇതൊരു വയലറ്റ് ഷെയ്ഡ് പോലെ എനിക്ക് തോന്നി. ഒരു ഫോർ എവർ മാറ്റാണ് ഇതെല്ലാം.
ലാക്മേയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ. ഇത് നല്ലൊരു ജസ്റ്റ് ഞാൻ അങ്ങനെ വയലറ്റ് ഷെയ്ഡ്സോ അങ്ങനെ ഡാർക്ക് പിങ്ക് ഷെയ്ഡ്സോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു രാത്രി നമ്മുടെ നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. കുറച്ചുകൂടി നല്ലൊരു ഒരു വയലറ്റ് ഷെയ്ഡ് കണ്ടോ, നല്ലൊരു വയലറ്റ് ഷെയ്ഡായിട്ട് തോന്നും. നമ്മുടെ ഈ കുറച്ചുകൂടി ഈവൻ ടോൺ ആയിട്ടുള്ളവർക്കൊക്കെ ഇച്ചിരി ഡാർക്ക് ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലൊരു കളറായിരിക്കും കേട്ടോ. കണ്ടോ, ഒരു വയലറ്റ് ഷെയ്ഡ് പോലെ തോന്നില്ലേ, ജസ്റ്റ് നല്ലൊരു കളറാണ്. എനിക്കിത് വാങ്ങിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് കൊള്ളില്ലായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് കണ്ടോ, ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ലൊരു കളറാട്ടോ. നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര ഇതായിട്ട് തോന്നില്ല. കണ്ടോ, നല്ലൊരു ഒരു വയലറ്റ് ഷെയ്ഡ് പോലെയൊക്കെ. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ ഇത് മാച്ച് ആവും എനിക്ക് തോന്നുന്നത്. നല്ല കളറല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കളറാണ്. പക്ഷെ ഇത് സ്റ്റേ ചെയ്യും കേട്ടോ. അത്യാവശ്യം ഒരു 12 hours ഇത് സ്റ്റേ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യണം. 12 hours കൊള്ളാം. നൈറ്റ് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങും, ഡ്രൈ ആവും കേട്ടോ. ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് ട്രാൻസ്ഫർ പ്രൂഫാണ്. നോക്കാം കുറച്ചൊക്കെ, എന്നാലും ഇല്ല, ഇത് കുറച്ച് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അത്ര ഇതാവത്തില്ല കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളർ. എൻ്റെ ടൈപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്ക് അത്യാവശ്യം ഇത് മാച്ച് ആവും. ഞാനിത് ഓൺലൈനിൽ കണ്ടപ്പോഴേ ഇത് ഭയങ്കര ഒരു എനിക്ക് ചേരില്ലായിരിക്കും ഞാൻ കരുതിയതാ, പക്ഷെ നന്നായി ചേരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഞാൻ കോളേജിൽ പഠിച്ച ടൈമിലൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത ഒരു ലിപ്സ്റ്റിക്കാണ്. ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങിച്ച് അവർക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഞാൻ അങ്ങനെ ഇതിപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്കിത് വാങ്ങിക്കാൻ തോന്നി. ഡാസ്ലറിൻ്റെ നമ്മുടെ 25 ഇല്ലേ, 25ൻ്റെ ഷെയ്ഡാണിത്. നല്ല അടിപൊളി കേട്ടോ. ഞാനിത് ഞാൻ 2 times ഇത് ഇട്ടോളൂ. ഞാൻ 2 ദിവസം ആയുള്ളത് വാങ്ങിച്ചിട്ട്. പക്ഷേ എനിക്ക് ഇട്ടിട്ട് നല്ലൊരു കളർ കേട്ടോ. ഇപ്പം നല്ലൊരു ഡാർക്ക്, എനിക്കിഷ്ടപ്പെട്ടു ഈ കളർ. പക്ഷെ കണ്ടോ, കാണിച്ചു തരാവേ, നല്ലൊരു കണ്ടോ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. അടിപൊളി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ലിപ്സ്റ്റിക്ക്. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവുക. 200 rupees ആയിരുന്നു ഇത്. 200 rupees ആയിരുന്നു കേട്ടോ ഇത്. കണ്ടോ, ഇത് നല്ല ഡാർക്ക്, ചില സമയം നമുക്ക് നോക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കൊക്കെ തോന്നും. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. കൊള്ളാല്ലേ? ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്നേ ഇല്ല എൻ്റെ സ്കിന്നിനല്ലേ. നല്ലൊരു മാറ്റ് ഫിനിഷ് പോലെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് എൻ്റെ ഈ ഒരു ലിപ്പിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു പെട്ടെന്ന് ഡ്രൈ ഒരു കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഒരു 3 to 4 hours ഒക്കെ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ റീഅപ്ലൈ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ലാക്മേയുടെ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഈ ചില ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കളറ്, ഇപ്പോൾ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ ഒരു ഇതിന് ചേരുന്നുണ്ട്, എൻ്റെ ഈ ഒരു ഫേസ് ടോണിന് ചേരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. അതേപോലെ ഇത് ഭയങ്കര ഡ്രൈ ആയിട്ട് ലിപ്സിന് ഡ്രൈ ആവുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ 2 ദിവസം ഇട്ടോളൂ, പക്ഷെ എന്നിട്ടും എനിക്കൊരു ഡാർക്ക് കളറായിട്ട് എൻ്റെ ലിപ്സ് ഈ സൈഡിലൊക്കെ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ലാക്മേ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിൻ്റെ ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും.
പക്ഷെ ഇത് ക്വാണ്ടിറ്റി വൈസ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ലതായിട്ടുണ്ട്, ഒരുപാടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കൊള്ളില്ല ഈ ലിപ്സ്റ്റിക്ക്. ഇടയ്ക്ക് നല്ല ട്രെൻഡായിരുന്നു. എൻ്റെ കോളേജ് ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് യൂസ് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ഇതായിരുന്നു. എല്ലാവരും ഈ ഷെയ്ഡൊക്കെ യൂസ് ചെയ്ത് ഞങ്ങൾ നടന്നേ. എനിക്കപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ലൊരു മാറ്റം ഉള്ള പോലെ എൻ്റെ ഒരു ഫേസിന് വേറെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കൂടുതലും പക്ഷെ പ്രിഫർ ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ. ഇൻസൈറ്റിൻ്റെ എന്താ 40 സുറൈ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ഷെയ്ഡ്. ഈ ഷെയ്ഡ് അടിപൊളിയായിരിക്കും. എന്നെ പോലെയുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഇത് ഈ ഒരു ആ ഒരു ടോണുള്ളവർക്ക് ഇത് അടിപൊളിയായിരിക്കും. ഇത് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ്. ഞാൻ വാങ്ങിച്ച സമയത്തൊരു ഏകദേശം ഒരു 300 ആ റേഞ്ചിലായിരുന്നു ഈ ഒരു ഇത് കണ്ടത്. ഞാൻ നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇതിൻ്റെ കറക്റ്റ് MRP റേറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. ഞാൻ കുറച്ചുകൂടി ഈ ലിപ്സ്റ്റിക്സ് ഞാൻ വാങ്ങിച്ച് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് കാണും. ഞാൻ ഇതിലൊന്നും എഡിറ്റ് ചെയ്യുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് വാങ്ങിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങിക്കുക. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.